السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد, ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ, സഹോദര സഹോദരിമാരെ, വാത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥിനികളെ, എൻ്റെ വീഡിയോ ഏറെക്കുറെ നിങ്ങൾ കേൾക്കുന്നുണ്ടാകും. അത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ മനസ്സാ വാചാ കർമ്മണ പാലിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഈ ദുനിയാവിൽ നമ്മൾക്ക് അല്പം ജീവിതം മാത്രം. അതിൽ നമ്മൾക്ക് ചെയ്യേണ്ട നല്ല നല്ല കാര്യങ്ങൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ ചെയ്തു തീർത്തില്ലെങ്കിൽ നാളെ നമ്മൾ ഖേദിക്കേണ്ടി വരും എന്നുള്ള കാര്യം നിസ്സംശയം. അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു വ്യക്തിയോടും ഒരു കാരണവശാലും ചോദിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ ആദ്യം മുതൽ അവസാനം വരെ അവന്റെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാകണോ ഉണ്ടാകാതിരിക്കണോ, അവന്റെ അന്ത്യം എങ്ങനെയായിരിക്കുമെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. എങ്കിലും അള്ളാഹുവിലേക്ക് തവക്കുലാക്കി ജീവിക്കുന്നവർക്ക് അതനുസരിച്ചുകൊണ്ടുള്ള നല്ല കാര്യങ്ങളുടെ ഭാഗങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കും. ഒരാളോടും ചോദിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇന്നത്തെ ചർച്ച. لا تسألن بني آدم حاجة وصل الذي أبوابه لا تعجب الله يغضب إن تركت سؤاله وبني آدم حين يسأل يغضب. കവി പറയുകയുണ്ടായി, ഓ ആദം സന്തതികളെ, ആദം സന്തതികളോട് ഒരു കാര്യവും ചോദിക്കണ്ട. നീ ചോദിക്കണ്ട. നിന്റെ ആവശ്യങ്ങൾ ബനി ആദമിൻ എന്ന് പറഞ്ഞാൽ ആദം സന്തതികളോട്. ചോദ്യത്തിനുള്ള ഉത്തരത്തിന്റെ കവാടം ഒരു കാലത്തും അടക്കപ്പെടാത്ത ഒരു നാഥൻ നിനക്കൊണ്ട്. അവനോട് നീ ചോദിക്കൂ. നിന്റെ വേവലാതികൾ മുഴുവനും അവിടെ പറയൂ. അല്ലാഹു യഗ്ളുബു ഇൻ തറക്ത സുആലഹു വബുനയ്യ ആദമ ഹീന യസ്അലു യഗ്ളുബു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ചോദിക്കലിനെ ഒഴിവാക്കിയാൽ അവൻ ദേഷ്യം വെക്കുന്നതാണ്. നേരെ മറിച്ചോ, ബുനയ്യ ആദമ ഹീന യസ്അലു യഗ്ളബു, ജനങ്ങളോട് ചോദിച്ചാൽ ജനങ്ങൾ ദേഷ്യം വെക്കും. ഒരു പ്രാവശ്യം ചോദിച്ചതിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവൻ സഹായിച്ചാൽ രണ്ടാം പ്രാവശ്യം ചോദിച്ചു, മൂന്നാം പ്രാവശ്യം പിന്നെ നിന്നെ കാണുന്നത് വെറുപ്പായിരിക്കും. നമ്മളെ കാണുന്നത് വെറുപ്പായിരിക്കും. അവനോട് ചോദിക്കുന്നത് ദേഷ്യം കൊടുക്കും. എന്നാൽ ഒരു കാലത്തും ദേഷ്യപ്പെടാതെ അവന്റെ ആ റഹ്മത്തിന്റെ കവാടം തുറന്നു വെക്കുന്ന ഒരു മഹത്തായ ഒരു മഹാവ്യക്തിത്വത്തിന്റെ ഉടമയായ ഖാലിഖായ ഉടമസ്ഥനായ റബ്ബ് നിനക്കുണ്ട്. അവന്റെ മുമ്പിൽ നീ ചോദിക്കുക. അപ്പോ മൊത്തത്തിൽ നമ്മൾ ചോദ്യത്തെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, മൻ തകഫല ലീ അല്ലാ യസ്അലൻ നാസ ശൈഅൻ വഅതകഫൽ ലഹുൽ ജന്ന. മൻ തകഫല ലീ, എനിക്കാരെങ്കിലും ജാമ്യം നിന്നാൽ, അല്ലാ യസ്അലൻ നാസ ശൈഅൻ, ജനങ്ങളോട് ഒരു വസ്തുവും ഒരു കാര്യവും ചോദിക്കുകയില്ല എന്ന് എനിക്കൊരാൾ ഉറപ്പ് നൽകുകയാണെങ്കിൽ, സാക്ഷി നിൽക്കുകയാണെങ്കിൽ, ജാമ്യം നിൽക്കുകയാണെങ്കിൽ, വഅതകഫൽ ലഹുൽ ജന്ന, സ്വർഗം കൊണ്ട് അവന് ഞാൻ സാക്ഷി നിൽക്കും. അപ്പോ
ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഹദീസുകളൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം മഹാന്മാരായ സഹാബത്തിൽപ്പെട്ട ചില വ്യക്തികൾ തൻ്റെ ചാട്ടവാറ് തൻ്റെ ഒട്ടകത്തിന്റെ പുറത്തിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ അത് എടുക്കാൻ വരെ അവർ മറ്റൊരാളോട് സഹായം ചോദിക്കാതെ അവർ സ്വന്തമായി ഇറങ്ങി എടുത്ത് വീണ്ടും കയറിയിരുന്നു എന്നൊക്കെ നമ്മൾക്ക് കാണാം. ഉണ്ടോ? ലൗ തഅലമൂന മാ ഫി സുആലി മാ മശാ അഹദുൻ ഇലാ അഹദിൻ യസ്അലു ശൈആ. ലൗ തഅലമൂന, നിങ്ങൾ അറിയുകയാണെങ്കിൽ, മാ ഫി സുആലി, ചോദിക്കുന്ന വിഷയത്തില്, മാ മശാ അഹദുൻ ഇലാ അഹദിൻ, ഒരുത്തരും മറ്റൊരുത്തനിലേക്ക് നടന്നു പോവുകയില്ല. ഒരു വസ്തുവിനെ ചോദിക്കാൻ, ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി ഒരുത്തനിലേക്ക് നടന്നു പോകുന്നത് അതിന്റെ അനന്തരഫലം ഒരു മനുഷ്യൻ അറിയുകയാണെങ്കിൽ അവൻ ആ കാര്യം ചെയ്യൂല എന്ന് തന്നെ. അവൻ നടന്ന അത്തരം വിഷയത്തിലേക്ക് പോകൂല. കാരണം എന്താ? ലോ അന്നക്കും തതവക്കലൂന അലല്ലാഹ് ഹഖ തവക്കുലിഹി ലറസഖക്കും കമാ യർസുഖു ത്വയ്ർ തഗ്ദു ഖിമാസാ വതറൂഹു ബിതാനാ. ലോ അന്നക്കും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി, അല്ലാഹുവിനെ ഭരമേൽപ്പിക്കേണ്ട രീതിയിൽ അള്ളാഹുവിന്റെ മേലിൽ ഒരുത്തൻ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ, ലോ അന്നക്കും തതവക്കലൂന, നിങ്ങൾ ഭരമേൽപ്പിക്കുന്നവരാണെങ്കിൽ, അലല്ലാഹ്, അള്ളാഹുവിന്റെ മേലിൽ ഹഖ തവക്കുലിഹി, അവനെ ഭരമേൽപ്പിക്കേണ്ട രീതിയിൽ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ, ലറസഖക്കും കമാ യർസുഖു ത്വയ്ർ, പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ അവൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകും. ഒട്ടിയ വയറുമായി കൊണ്ട് അത് പ്രഭാതത്തിൽ പറന്നു പോവുകയും വയറ് നിറച്ച രാഹത്തോടെ ആ പക്ഷിയുടെ കൂട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നത് കാണാം. പക്ഷിക്ക് നാളേക്ക് എന്ത് എനിക്ക് വേണം, നാളെ ഞാൻ എങ്ങനെ കഴിയും, നാളത്തെ അവസ്ഥ എന്താണ്, ശേഖരിച്ചു വെക്കുന്ന ഒരു വിഷയം, ഒരു പരിപാടി ആയിരിക്കില്ല, പക്ഷികൾക്കില്ല. എന്നതുപോലെ റബ്ബുൽ ഇസ്സത്തിലേക്ക് തവക്കുലാക്കി കഴിഞ്ഞാൽ അവൻ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന്റെ ദൈനംദിന ജീവിതം എളുപ്പമാക്കി കൊടുക്കുമെന്നുള്ളതാണ്. എന്റെ സുഹൃത്തുക്കളെ, അപ്പം മൊത്തത്തിൽ ഇസ്ലാം ഈ ചോദ്യത്തിനെ സംബന്ധിച്ച്, ജനങ്ങളോടുള്ള ഈ യാചനയെ സംബന്ധിച്ച് നിരുത്സാഹപ്പെടുത്തിയിരിക്കുകയാണ്. എപ്പോഴും മേലെയായ കൈയാണ് ഉയർന്നത്, താഴെയുള്ള കൈ എന്നും താഴ്ന്നിരിക്കും എന്ന കാര്യം നാം ഓർക്കണം. ഒരു ഖുദ്സിയായ ഹദീസിൽ കാണാം, യാ ഇബാദി കുല്ലുക്കും ളാലുൻ ഇല്ലാ മൻ ഹദൈതുഹു വസ്തഹ്ദൂനി. യാ ഇബാദി, എൻ്റെ അടിമകളെ, വളരെ ആദരവോടുകൂടെ ബഹുമാനത്തോടുകൂടെ സ്നേഹിച്ചുകൊണ്ടല്ല പറയാ, യാ ഇബാദി, എൻ്റെ അടിമകളെ, കുല്ലുക്കും ളാലുൻ, നിങ്ങൾ ശ്രദ്ധിക്കണേ, കുല്ലുക്കും ളാലുൻ, നിങ്ങൾ മുഴുവനും വഴിപിഴച്ചവരാണ്, മുഴുവനും നരകക്കാരാണ്, ഇല്ലാ മൻ ഹദൈതുഹു, ഞാൻ ഹിദായത്ത് നൽകിയവരൊഴികെ. അതുകൊണ്ട് എന്നോട് ഹിദായത്തിന് നിങ്ങൾ ഫസ്തഹ്ദൂനി, ഹിദായത്തിന് നിങ്ങൾ എന്നോട് ചോദിക്കുക, വേറെ ആരോടും നിങ്ങൾ ചോദിക്കേണ്ട. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ 24 മണിക്കൂറിന്റെ ഇടയിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നവൻ നിർബന്ധമായി കൊണ്ട് ചോദിക്കണം. യാ ഇബാദി കുല്ലുക്കും ജാഇഉൻ ഇല്ലാ മൻ അത്അംതുഹു ഫസ്തത്അമൂനി, അടിമകളെ, നിങ്ങൾ മുഴുവനും വിശന്ന് പിരിഞ്ഞവരാണ്, ഇല്ലാ മൻ അത്അംതുഹു, ഞാൻ ഭക്ഷണം നൽകിയവനതുകൊണ്ട്, ഫസ്തത്അമൂനി, ഭക്ഷണം നിങ്ങൾ എന്നോട് ചോദിക്കൂ, നിങ്ങൾ അറിയാത്ത രീതിയിൽ നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം നൽകും, അതുകൊണ്ട് ഭക്ഷണം നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ. ഒരാൾക്ക് വിചാരിക്കുമ്പോഴൊക്കെ അവൻ ഇതേ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത്. ലോകത്തുള്ള ജനങ്ങൾ മുഴുവനും കൂടിയിട്ട് ഒരു മനുഷ്യന് ഭക്ഷണം കഴിപ്പിക്കാൻ ഉദ്ദേശിച്ച അള്ള ഉദ്ദേശിച്ചില്ലെങ്കിൽ നടക്കൂല.
അതുകൊണ്ട് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാ ഇബാദി കുല്ലുക്കും ജായിഉൻ, നിങ്ങൾ മുഴുവനും വിശന്നവരാണ്, ഇല്ലാ മൻ അത്അംതുഹു, ഞാൻ ഭക്ഷിപ്പിച്ചവന്, ഞാൻ ഭക്ഷണം നൽകിയവനൊഴികെ, ഞാൻ ഭക്ഷിപ്പിച്ചവനൊഴികെ. അതുകൊണ്ട് ഫസ്തത്യാമോനി, ഭക്ഷണത്തിന് നിങ്ങൾ എന്നോട് ചോദിക്കൂ. യാ ഇബാദി കുല്ലുക്കും ആയിരും, നിങ്ങൾ എല്ലാവരും നഗ്നരാണ്. അടിമകളെ, നിങ്ങൾ എല്ലാവരും നഗ്നരാണ്. ഇല്ലാ മൻ കസൗതുഹു, ഞാൻ ധരിപ്പിച്ചവനൊഴികെ. അതുകൊണ്ട് വസ്തക്സൂനി, ധരിപ്പിക്കാൻ, നിങ്ങൾ വസ്ത്രം ധരിപ്പിക്കാൻ നിങ്ങൾ മുഴുവനും നഗ്നരാണ്. നിങ്ങൾ ആ നഗ്നത മറക്കാൻ ഞാൻ മറച്ചവനൊഴികെ നിങ്ങൾ മുഴുവനും നഗ്നരാണ്. അതുകൊണ്ട് വസ്തക്സൂനി, മറക്കല്ല, നിങ്ങളെ നഗ്നത മറക്കല്ല. എന്നോട് നിങ്ങൾ പറയൂ, എന്നോട് നിങ്ങൾ ചോദിക്കൂ. മൊത്തത്തിൽ ഇസ്ലാം ഇത്തരം കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് നമ്മൾക്ക് നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലാക്കുന്ന. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മള് ജനങ്ങളോട് ചോദിക്കാൻ ഒന്നും പാടില്ല. ഇപ്പൊ ഒരാള് അള്ളാഹുവിന്റെ വജഹ് ചോദിക്കാനേ പാടില്ലാത്ത കാര്യമാണ്. നമ്മൾ അങ്ങേയറ്റം പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി നമ്മൾ ഒരു മനുഷ്യന്റെ അടുക്കൽ ചെന്ന് പറയാം, അള്ളാഹുവിന്റെ വജഹ് വിചാരിച്ച് എന്നെ സഹായിക്കണം. ഒരിക്കലും പറയാൻ പാടില്ല, ഒരിക്കലും പറയാൻ പാടില്ല. മഖ്ലൂഖീങ്ങളോട് ഒന്നും പറയാൻ പാടില്ല. അല്ലാ അഹദുൻ മിനൽ മഖ്ലൂഖീന ബിവജ്ഹില്ലാഹ്, അല്ലാഹുവിന്റെ വജഹ് വിചാരിച്ച് മഖ്ലൂഖിനോട് ഒന്നും ചോദിക്കാൻ പാടില്ല. ലാ യസ്അലു ബിവജ്ഹില്ലാഹി ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ അല്ലാഹുവിന്റെ വജഹ് കൊണ്ട് ഒരാളും ചോദിക്കാൻ പാടില്ല എന്നാണ്. അപ്പം നമ്മൾക്ക് ഇങ്ങോട്ട് കിട്ടണം, നമ്മളിലേക്ക് ഇങ്ങോട്ട് ലഭ്യമാകണം എന്ന് വിചാരിച്ച് നമ്മൾ അള്ളാഹുവിന്റെ വജഹ് വിചാരിച്ച് സഹായിക്കണം എന്നുള്ള വാക്ക് പറയാൻ പാടില്ല. അതുപോലെ ഇമാറാത്ത, അധികാരം നമ്മൾ ചോദിക്കാൻ പാടില്ല. അധികാരവും സ്നേഹവും അതുപോലെ തന്നെ അംഗീകാരവും നമ്മൾ ഒരാളോടും ചോദിച്ചു വാങ്ങാൻ പാടില്ല. സ്നേഹം ചോദിച്ചു വാങ്ങുക, അതുപോലെ തന്നെ അംഗീകാരം, അതുപോലെ തന്നെ സ്ഥാനമാനങ്ങൾ, അധികാരങ്ങൾ, ഇത് നമ്മൾ ഒരാളോടും ചോദിക്കാൻ പാടില്ല. لا تطلبن عند المهيمن منزلا إن كنت تطلب عند ناس منزلا. നീ ജനങ്ങളുടെ അടുക്കൽ സ്ഥാനം ആഗ്രഹിക്കുന്നവനാണെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനത്തെ നീ ആഗ്രഹിക്കണ്ട, അത് നീ ചോദിക്കും വേണ്ട. അപ്പൊ അതൊന്ന് നമ്മളെ ഇമാരത്തിന് ചോദിക്കാൻ പാടില്ല, അധികാരം ചോദിക്കാൻ പാടില്ല, അള്ളാഹുവിന്റെ വജഹ് വിചാരിച്ചുകൊണ്ട് തരണേ എന്ന് പറയാൻ പാടില്ല. പിന്നെ മറ്റൊന്ന്, ആവശ്യമില്ലാത്ത, നമ്മൾക്ക് ആവശ്യമില്ല ആഡംബരങ്ങൾക്ക് വേണ്ടിയോ ഭംഗിക്ക് വേണ്ടിയോ അതല്ലെങ്കിൽ നാളേക്ക് വേണ്ടിയോ ഒരു കാര്യം നമ്മൾ ജനങ്ങളോട് ഒരിക്കലും ചോദിക്കാൻ പാടില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീ ആവശ്യപ്പെട്ടാൽ ആവശ്യമുള്ളതും നിനക്ക് നഷ്ടപ്പെട്ടു പോകും. ആഡംബരത്തിന് വേണ്ടി, ആനന്ദത്തിന് വേണ്ടി, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി, അതല്ലെങ്കിൽ സമ്പാദിച്ചു വെക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ സമ്പത്ത് അധികരിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും കാര്യം ഒരു മനുഷ്യൻ ചോദിക്കുകയാണെങ്കിൽ ആവശ്യമുള്ള കാര്യം അവന് നഷ്ടപ്പെട്ടു പോകുമെന്ന് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മുഹമ്മദ് പറയാം. മറ്റൊന്ന്, ഇൽമു കൊണ്ട്, നാം പഠിച്ച അറിവ് കൊണ്ട് ദുന്യാവിനെ ചോദിക്കാൻ പാടില്ല. വലിയാലിമിൻ ഉഖ്റാ അലാമാതുൻ തുറാ ലാ യത്ലുബു ദുനിയാ ബിഇൽമി മസായില. ഇൽമു കൊണ്ട് ദുന്യാവിനെ തേടുന്നവൻ അവൻ ദുന്യവിയായ ആലിമാണ്. ഉഖ്റവിയായ ആലിമിനെ സംബന്ധിച്ച് പറയുന്ന വലിയ ആലിമിൻ ഉഖ്റാ അലാമാതുൻ തുറാ ലാ യത്ലുബു ദുനിയാ ബിഇൽമി മസായില. അവൻ പഠിച്ചെടുത്ത ഇൽമു കൊണ്ട് ദുന്യാവിനെ അവൻ തേടൂല. ആനന്ദത്തിന് വേണ്ടി, ആഹ്ലാദത്തിന് വേണ്ടി, ജനങ്ങളുടെ പ്രശസ്തിക്ക് വേണ്ടി ഇത് അവൻ ഉപയോഗപ്പെടുത്തൂല. അവൻ്റെ അവൻ പഠിച്ച ഇൽമു കൊണ്ട് ദുന്യാവിനെ നമ്മൾ ചോദിക്കാൻ പാടില്ല എന്നാണ്. അവരുടെ സമ്പത്തിൽ നിന്ന് നമ്മൾ സമ്പത്ത് അധികരിപ്പിക്കാൻ വേണ്ടി ചോദിക്കാൻ പാടില്ല.
മറ്റൊരുത്തൻ്റെ രഹസ്യങ്ങൾ ചിഴഞ്ഞ് നമ്മൾ അന്വേഷിച്ചെടുക്കാൻ പാടില്ല. അവൻ്റെ അയബാകട്ടെ എന്താകട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങളാകട്ടെ അതും നമ്മൾ ചോദിക്കാൻ പാടില്ല. ഒരു മനുഷ്യൻ്റെ തഫ്തീഷ്, ആ മനുഷ്യനെ ചിക്കി മറ്റൊരു മനുഷ്യനെ ചിക്കി കുത്തി അവൻ്റെ അങ്ങനെ ഇങ്ങനെ എന്നുള്ളത് ഒരിക്കലും ചോദിക്കാൻ പാടില്ല. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും അവന് ഒരുപാട് വിപത്തുകൾ അതിൽ വന്നു ചേരാനുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ വിഷയങ്ങൾ മുഴുവനും ആരോട് ചോദിക്കണം? ഖാലിഖായ ഉടമസ്ഥനോട് ചോദിക്കണം. ഇത് പറയുമ്പോൾ നിങ്ങളൊക്കെ പറയും, വിചാരിക്കും ഇയാൾ മുജാഹിദിൻ്റെ ആളാണ്, അല്ലെങ്കിൽ ജമാഅത്തിൻ്റെ ആളാണ്, അല്ലെങ്കിൽ വഹാബിയാണ്. കൂട്ടരെ, ആര് എന്ത് പറഞ്ഞാലും ശരി, നമ്മളുടെ കാര്യങ്ങൾ നിറവേറ്റാനും നമ്മുടെ പരാതികളും പ്രശ്നങ്ങളും പറയാൻ ഖാലിഖായ ഉടമസ്ഥനോട് മാത്രമാണ് നമ്മൾ തവസ്സുൽ ചെയ്താൽ അള്ളാഹുവിലേക്കാണ് തവസ്സുൽ ചെയ്യുന്നത്. ആരോട് തവസ്സുൽ ചെയ്താലും ശരി, ആ തവസ്സുൽ ചെയ്യുന്നതും അള്ളാഹുവിനോട് തന്നെ. അതുകൊണ്ട് ഞാനൊരു പുത്രാശയക്കാരനോ മറ്റൊന്നും ആയതുകൊണ്ടല്ല, നമ്മളുടെ കാര്യങ്ങൾ പറയേണ്ടത് ഖാലിഖായ ഉടമസ്ഥനോട് മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞു പോയ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹ്യങ്ങൾ, സിദ്ദീഖീങ്ങൾ അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, റബ്ബിന്റെ മുമ്പിൽ ചോദിക്കുമ്പോൾ റബ്ബ് തീർച്ചയായും നമ്മൾക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയവും ഇല്ല. പക്ഷെ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നും തന്നെ നമ്മൾ ചെയ്യാൻ പാടില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ആവുമ്പോൾ നമ്മളുടെ ഈമാനികമായി ഭംഗം വരും, തവക്കലിന് ഭംഗം വരും, ജനങ്ങളുടെ അഭിമാനത്തിന് ക്ഷതം വരും. ഇത്തരം കാര്യങ്ങളൊക്കെ ഇതുകൊണ്ടുണ്ടാവും. നമ്മൾ പറഞ്ഞുകൊണ്ടുവന്നത് മൊത്തത്തിൽ ഇസ്ലാം ചോദിക്കുക, നമ്മൾ ഇരക്കുക എന്നൊക്കെ പറയാലോ, യാചിക്കുക എന്നൊക്കെ പറയുന്നത് മഹാഗുരുതരമായ വീഴ്ചയുള്ളതാണ്. അപ്പൊ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ വജു കൊണ്ട്, അള്ളാഹിന്റെ വജു കൊണ്ട് ചോദിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അധികാരം നമ്മൾ ചോദിക്കാൻ, സ്ഥാനമാനങ്ങൾ ചോദിക്കാൻ പാടില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ജനങ്ങളോട് ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ ഇൽമു കൊണ്ട് ദുന്യാവിന് നമുക്ക് പഠിച്ച അറിവ് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അവരിൽ നിന്ന് വലിയ പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ആയിരിക്കുക. നേരെ മറിച്ച് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ്റെ ജോലിയായി അവനെ തെറ്റിപ്പോറ്റി എല്ലാം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ശമ്പളം കൊടുത്തു, അതല്ലെങ്കിൽ തുച്ഛമായ പൈസ കൊടുത്തോ നിർത്തുന്നതല്ല ഞാൻ ഈ പറയുന്നത്. മറ്റുള്ള നിലക്ക് ഇൽമു കൊണ്ട് ദുന്യാവിനെ തേടുക എന്നുള്ളത്, സമ്പത്ത് അധികരിപ്പിക്കാൻ വേണ്ടിയിട്ട് സമ്പത്ത് നമ്മൾ ആൾക്കാരുടെ സമ്പത്തിലേക്ക് കണ്ണുവെക്കുക എന്നുള്ളതാണ്. മറ്റൊരുത്തൻ്റെ രഹസ്യങ്ങൾ ചിഴഞ്ഞന്വേഷിച്ച് ചോദിച്ചറിയാതിരിക്കുക, ചോദിക്കാൻ പാടില്ലാത്തതാണ്. ഇത്തരം കാര്യങ്ങളാണ് എന്ന് പറയാനുള്ളത്. നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടത്. എത്ര പ്രയാസങ്ങളുണ്ടെങ്കിലും നാളെ എൻ്റെ റബ്ബ് എന്നെ കൈവിടുകയില്ല, ഞാൻ ചോദിച്ചതിന് റബ്ബുൽ ഇസ്സത്ത് ഉത്തരം നൽകുമെന്ന ദൃഢനിശ്ചയത്തോടു കൂടെ റബ്ബിന്റെ ദർബാറിലേക്ക് കൈയുയർത്തുകയാണെങ്കിൽ തീർച്ചയായും അല്ലാഹു തആല നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കി തരികയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വാലിഹ്യങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതുപോലെ നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത നിരവധി ആളുകളുണ്ട്. അവരുടെ ഓരോരുത്തരുടെയും ഉദ്ദേശങ്ങൾ അറിയുന്ന റഹ്മാനായ റബ്ബ് അവരുടെയും നമ്മളുടെയും എല്ലാ ഉദ്ദേശങ്ങളെയും പൂർത്തീകരിച്ചു തരട്ടെ. മരിക്കുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന മുത്തഖീങ്ങളുള്ള നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങൾ ബന്ധപ്പെട്ട കുടുംബാദികളെ ഞങ്ങളുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ എല്ലാവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ. അതാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.